ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജി വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ് നമ്മളിത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗേസ് പുതിയ വീഡിയോ എന്ന് പറയുമ്പം കുറേ ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ കാട് കരിയുന്ന മരുന്നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചത് അത് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം. പിന്നെ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കേ. പിന്നെ വീഡിയോ ഇടാത്തത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി. അവരെല്ലാവരും സ്കൂൾ തുറന്നു. ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞു, ഓണ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം സ്കൂളിലും ട്യൂഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരാരുമില്ല, നിൽക്കാൻ ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ടൈമില്ലാതായത് കുറേ തിരക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ ആയതുകൊണ്ടിട്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി ഇടാൻ നോക്കാം. ഓക്കെ. അങ്ങനെ കേസ് നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്നറിയോ? ഞാനിങ്ങനെ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും താഴെ പാടത്ത് പശുവും പട്ടിയും കൂടി തമ്മിലുള്ള ഫൈറ്റ്. അപ്പോൾ അതങ്ങോട്ട് ചെല്ലുമ്പോൾ പട്ടി പേടിച്ച് ഓടുന്നു. അതാണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് പശുക്കളെയൊക്കെ അഴിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ പശുക്കളെയൊക്കെ അഴിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് പട്ടി ഭയങ്കര കൊരിയൽ. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായിരുന്നു. അപ്പോൾ മഴ പൊടിയുന്നുണ്ട്, ചെറുതായിട്ട് ചാറുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാവും. ഇപ്പം നല്ല വെയിൽ കാണുന്നു കേട്ടോ. കുറച്ച് നേരത്തെയാണ് മഴ പെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് പുല്ലെല്ലാം കരിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മരുന്നടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഏത് മരുന്നാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാട്ടുനെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നതിന് ശേഷം, നന്നായിട്ട് വെള്ളം തോന്നതിന് ശേഷം നമ്മൾ കാന്താരി മുളകും കൂട്ടി മിക്സിയിൽ അടിച്ചെടുക്കും. അപ്പം നല്ല ടേസ്റ്റാണ്. കാന്താരിയും ഈ കാട്ടുനെല്ലിക്കയും കൂടി മിക്സിയിലടിച്ച് കുറച്ച് ഉപ്പും കൂടി ഇടും. അപ്പോൾ ഇത് പേസ്റ്റാക്കി എടുക്കും. എന്നിട്ട് പിന്നെ ഇത് എന്ത് ചെയ്യുമെന്നല്ലേ. അപ്പം ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു കുപ്പിക്കകത്ത് അരിച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെ അല്ലെങ്കിൽ എപ്പോഴാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് സിറപ്പ് എടുത്ത് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് ഉപ്പിട്ട് കുടിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് മാതിരി നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നമുക്ക് അല്ലാതെ വേണമെങ്കിൽ ആർക്ക് വേണം കുടിക്കാം. ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ വയറ് കുറയുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ നല്ലതാണ് കാട്ടുനെല്ലിക്ക ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഫുഡും കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം കൂടുതലും വെജിറ്റബിളാണ്, പച്ചക്കറികളാണ് വേണ്ടിയത് ഇക്കാക്ക്. പിന്നെ കുറച്ച് മുട്ട. അപ്പം അത് ഇവിടെ ഉണ്ട്. നമുക്ക് കോഴിയുണ്ട്. അപ്പം കോഴിയുടെ മുട്ടയാണ്. പിന്നെ മുറ്റത്ത് കണ്ടോ നന്നായിട്ട് പില്ലെല്ലാം മാറിയിട്ടുണ്ട്. ഇത് കരിഞ്ഞിട്ടെന്ന് വെച്ചാൽ ആ മരുന്നടിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പില്ലെല്ലാം കരിഞ്ഞ്. അപ്പം വെയിൽ വേണം ഈ മരുന്നടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഴയത്ത് അടിച്ചു കഴിഞ്ഞാൽ മാറത്തില്ല. ഇതടിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറെങ്കിലും ഏകദേശം വേണം, നല്ല വെയിൽ വേണം. അപ്പം പുല്ല് നന്നായിട്ട് കരിയും, പെട്ടെന്ന് തന്നെ കരിയുകയും ചെയ്യും. അപ്പോൾ ഇത് 250 ml 250 രൂപയും 500 ml 500 രൂപയാണ്. ഇത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പം നല്ല എഫക്റ്റുള്ള മരുന്നാണ്. പിന്നെ നമ്മൾ ആ പച്ചക്കറി നട്ടിട്ടുള്ള അല്ലെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ധാന്യങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അടിക്കരുത്. അപ്പോൾ മരുന്ന് ഇതാണ് എന്ന് നോക്കിക്കോളൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ മരുന്നാണ് നമ്മൾ വാങ്ങിച്ചടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബോട്ടിൽ വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമ്മൾ ചെടിക്കൊക്കെ സ്പ്രേ ചെയ്യുന്നതാണ്. ഈ പമ്പായാലും മതി. ഈ തോട്ടത്തിലൊക്കെ പമ്പ് ചെയ്യുമല്ലോ നമ്മൾ മരുന്നടിക്കുന്നതൊക്കെ. അപ്പോൾ ആ പമ്പിൽ ഇത് വീഴ്ത്തി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. പുല്ലെല്ലാം കരിയും. കണ്ടോ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ല കാടായിരുന്നു, പക്ഷേ ഈ മരുന്നടിച്ചപ്പോൾ കാടെല്ലാം കരിഞ്ഞ്. ഇനി നമുക്ക് അകത്തോട്ട് പോകാൻ കേട്ടോ. ഞാൻ ഇത് കാണിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്, വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് പോകാം. കുറേ ജോലികളുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോകാം. എന്തായാലും തിരക്കായതുകൊണ്ടിട്ടൊക്കെയാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. നമ്മൾ
നമ്മളിതാ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക മുട്ട ഒന്ന് കനലിൽ ചുട്ട് കൊടുക്കാമെന്ന്. അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അപ്പം എന്തായാലും പറഞ്ഞില്ലെന്ന് വിചാരിച്ച് ചെയ്ത് കൊടുത്തതാണ്. മുട്ട ഇതാ എന്താണ് ചുട്ട കോഴിയെ പറപ്പിക്കുന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാ ചുട്ട മുട്ട. അപ്പോൾ എന്തായാലും എന്താണ് കനലിലിട്ട് ചുട്ട് കൊടുത്തിട്ടുണ്ട്. ആളവിടെ ഇരുന്ന് കഴിക്കുന്നു. പിന്നെ ഇപ്പോൾ ഗേസ് ഇത് എന്താണെന്ന് വെച്ചാൽ നന്നാറി സർബത്താണ്. അപ്പോൾ ഇത് നമ്മളെ പുരയിടത്തിലേക്ക് ഉണ്ട്. അപ്പോൾ ഈ നന്നാറിയുടെ വേരെടുത്തിട്ട് നന്നായിട്ട് കഴുകി ചുരണ്ടി ഇതിൻ്റെ ചാറെടുത്ത് നമ്മൾ നന്നാറി സർബത്ത് ഉണ്ടാക്കും. ഇപ്പോൾ ഏകദേശം ഒരു 2-3 ലിറ്റർ നന്നാറി സർബത്ത് ഉണ്ടാക്കാനുള്ള ഇത് കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ സിറപ്പ് കിട്ടും. ഒരു 3 ലിറ്ററിനോളം കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നെങ്കിൽ അതിൽ കെമിക്കലൊക്കെ കളർ ചേർന്നൊക്കെയാണ് വരുന്നത്. സംഭവം ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ പുരയിടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് സംഭവം. അങ്ങനെ ഇതൊക്കെ വെട്ടിയെടുത്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ഇത് ചുരണ്ടി എടുത്ത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഗേസ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായ കുടിക്കാനായിട്ട് കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാനായിട്ട് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് കോളിഫ്ലവർ ബജ്ജിയൊക്കെ ഉണ്ടാക്കി. അപ്പം വൈകുന്നേരം ചായക്ക് കഴിക്കാനായിട്ട് അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം സ്കൂളും വിട്ട് ട്യൂഷൻ വിട്ടൊക്കെ വന്ന് അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചായയോടുകൂടി. എന്നിട്ട് അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സിന് പോകാനായിട്ട്. പിന്നെ ഗേസ് നെല്ലിക്ക വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാന്താരിയും നെല്ലിക്കയും കൂടി ഇതാണ് സംഭവം. അഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.